Dear students, in this section we are discussing the imperfections or defects in solid. We have already discussed the three-dimensional arrangement of crystals in solid, but we know that the three-dimensional arrangement is not everywhere in the crystal. That is, there are some imperfections in the crystals or defects in the crystal. That is, everything in the world is not completely perfect. This is in the case of solids also. This is called imperfections. The irregularities or deviation in the regular arrangement of particles in solids are called imperfections or defects. The defects in solids are classified into two types. First one is point defect, second one is line defect. If the deviation is around a point or an atom or a sphere in the crystal, then it is called point defect. If the deviation is around the entire row or an edge of a crystal, then it is called line defect. The edge dislocation is shown here. Types of point defect. Point defects are classified into three types. First one is stoichiometric defect. Second one is non-stoichiometric defect. Third one is impurity defect. നമുക്കറിയാം, സ്റ്റോഷിയോമെട്രി എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റയോൺ ആനയോൺ റേഷ്യോ. അതിനെയാണ് ഒരു ക്രിസ്റ്റലിലെ സ്റ്റോഷിയോമെട്രി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഡിഫക്റ്റ് മൂലം അതിൻ്റെ കാറ്റയോൺ ആനയോൺ റേഷ്യോ അതിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ, കാറ്റയോൺ ആനയോൺ റേഷ്യോയിലെ തകരാറിലാക്കുന്നില്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അതായത് ഡിഫക്റ്റ് സ്റ്റോഷിയോമെട്രീനെ സ്വാധീനിക്കുന്നില്ല, അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡിഫക്റ്റ് മൂലം ആ ക്രിസ്റ്റലിൽ സ്റ്റോഷിയോമെട്രിക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടത്. ആ ഡിഫക്റ്റ് മൂലം അതിൻ്റെ കാറ്റയോൺ ആനയോൺ റേഷ്യോ ഡിസ്റ്റർബ്ഡ് ആകുന്നു. കാറ്റയോൺ ആനയോൺ റേഷ്യോയിൽ വ്യത്യാസം സംഭവിക്കുന്നു. അതായത് സ്റ്റോഷിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. മൂന്നാമത്തെ വിഭാഗം ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ക്രിസ്റ്റലിൽ പുറത്തുനിന്നുള്ള പാർട്ടിക്കിൾസിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് നോൺ അയോണിക് കോമ്പൗണ്ടിൽ അനുഭവപ്പെടുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നാമത്തത് വേക്കൻസി ഡിഫക്റ്റ്, രണ്ടാമത്തത് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒഴിവ് അനുഭവപ്പെടുന്നു. അതായത് ലാറ്റിസ് സൈറ്റുകൾ വേക്കൻ്റ് ആവുന്നു. വേക്കൻസിയുടെ ഫലമായിട്ട് എണ്ണം കുറയുന്നു, ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുന്നു. അതിൻ്റെ പേരിൽ ഡെൻസിറ്റി കുറയുന്നു. രണ്ടാമത്തത് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിൽ പാർട്ടിക്കിൾസ് ഇടയിൽ, ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ഉള്ള സ്ഥലങ്ങളെ പറയുന്ന പേരാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്. പാർട്ടിക്കിൾസ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. എക്സ്റ്റേണൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അധികം പാർട്ടിക്കിൾസ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നു, മാസ് കൂടുന്നു, ഡെൻസിറ്റി കൂടുന്നു. ഡെൻസിറ്റി ഈസ് ഇൻക്രീസ്ഡ്. രണ്ട് തരത്തിൽ ഉള്ള വേക്കൻസി ഡിഫക്റ്റും ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും ഇവിടെ നമ്മൾ ചിത്രത്തിൻ്റെ സഹായത്തോടെ കാണിക്കുന്നുണ്ട്. വേക്കൻസി ഡിഫക്റ്റിൽ ഇവിടെ പാർട്ടിക്കിൾ കാണുന്നില്ല. ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിൽ പുറത്തുനിന്നുള്ളൊരു പാർട്ടിക്കിളൂടെ കാണുന്നു.
ചിത്രത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഇൻ അയോണിക് സോളിഡ്സ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഇൻ അയോണിക് സോളിഡ്സ് രണ്ട് തരത്തിലുണ്ട്. ആദ്യത്തത് ഷോർട്ട് കീ ഡിഫക്റ്റ്, രണ്ടാമത്തത് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഈ ക്രിസ്റ്റൽ സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റലാണെങ്കിൽ Cl- ക്ലോറൈഡ് അയോണിനെയും, അതായത് നീല നിറത്തിലുള്ള സ്പിയർ ക്ലോറൈഡ് അയോണിനെയും ഓറഞ്ച് ചുമപ്പ് നിറത്തിലുള്ള സ്പിയർ Na+ അയോണിനെയും സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒരു Na+ഉം ഒരു Cl- ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് മിസ്സിംഗ് ആണ്. അതായത് പോസിറ്റീവ് അയോണിൻ പോയ അത്രയും തന്നെ നെഗറ്റീവ് അയോണും പോയതിൻ്റെ പേരിൽ അവിടെയുള്ള കാറ്റയോൺ ആനയോൺ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതൊരു ഷോർട്ട് കീ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റാണ്. അതായത് സ്റ്റോഷിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ പോസിറ്റീവ് അയോൺ പോയ അത്രയും തന്നെ നെഗറ്റീവ് അയോൺ പോയതിൻ്റെ പേരിൽ ക്രിസ്റ്റൽ ന്യൂട്രൽ ആണ്. ഫ്രങ്കൽ ഡിഫക്റ്റിൽ ഇവിടെ ഒരു ചെറിയ അയോണായ പോസിറ്റീവ് അയോൺ ഇടയിലുള്ള സ്ഥലത്തേക്ക് നീങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ അനുഭവപ്പെടുന്ന ഡിഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. ഷോർട്ട് കീ ഡിഫക്റ്റിൽ നമ്മൾ പറഞ്ഞു, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദ ലാറ്റിസ്. സോ stoichiometry is maintained, therefore it is a stoichiometric defect. Here the cations and anions have similar size. ഏകദേശം ഒരേപോലെ സൈസുള്ള കാറ്റയോണും ആനയോണും ഉള്ള കോമ്പൗണ്ടുകളിൽ, സോളിഡുകളിലാണ് ഇത്തരം ഷോർട്ട് കീ ഡിഫക്റ്റ് കാണുന്നത്. പല ഭാഗങ്ങളിൽ ഇങ്ങനെ മിസ്സിംഗ് അനുഭവപ്പെടുന്നതിൻ്റെ പേരിൽ, കാറ്റയോണും ആനയോണും ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുന്നു. പാർട്ടിക്കിൾ കുറയുമ്പോൾ തന്നെ മാസ് കുറയുന്നു. അതുകൊണ്ട് ഡെൻസിറ്റി കുറയുന്നു. നമുക്കറിയാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഒരേ എണ്ണം അല്ലെങ്കിൽ ഒരേ ചാർജ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മിസ്സിംഗ് ആയത് ഈക്വൽ ആയതിൻ്റെ പേരിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ്, ക്രിസ്റ്റൽ ഈസ് ന്യൂട്രൽ. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന പ്രധാന ക്രിസ്റ്റലുകൾക്ക് എക്സാമ്പിൾ NaCl, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സീഷ്യം ക്ലോറൈഡ്. നെക്സ്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ്. Fungal defect we have already discussed. The smaller cation is dislocated from the original position to the interstitial site. ഇങ്ങനെയുള്ള ഡിഫക്റ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ കാറ്റയോണി സ്മോളർ ആയിരിക്കണം, ഇടയിലുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നിരിക്കാവുന്ന അത്രയും ചെറുതായിരിക്കണം കാറ്റയോൺ. അതായത് ആനയോൺ വലുതായിരിക്കണം, കാറ്റയോൺ ചെറുതായിരിക്കണം. എണ്ണത്തിൽ വ്യത്യാസം ഇല്ല, അതിനാൽ മാസിൽ വ്യത്യാസം അനുഭവപ്പെടുന്നില്ല. സോ നോട്ട് എഫക്റ്റ് ഡെൻസിറ്റി. ക്രിസ്റ്റലിൽ നിന്ന് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ നഷ്ടപ്പെട്ടിട്ടില്ല. സോ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ്. സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ അയോഡൈഡ്, അതായത് സിൽവർ ഹാലൈഡുകളെല്ലാം സിങ്ക് സൾഫൈഡുകൾ മൂലമുള്ള ക്രിസ്റ്റൽസ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നു. ഈ സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സിൽവർ ബ്രോമൈഡ് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ക്രിസ്റ്റലിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈസ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഫോറിൻ ആറ്റംസിൻ്റെ ക്രിസ്റ്റലിൽ വേറെ ആറ്റങ്ങളുടെ സാന്നിധ്യം മൂലം ആണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് അനുഭവപ്പെടുന്നത്. എക്സാമ്പിളായി സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റലൈസേഷനിൽ സ്ട്രോൺഷ്യം ക്ലോറൈഡ് അല്പം അടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ട്രോൺഷ്യം സോഡിയം അയോണിൻ്റെ പൊസിഷൻസ് ഒക്യുപ്പൈ ചെയ്ത് അവിടെ ഒരു ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ഉണ്ടാക്കുന്നു. വേറൊരു എക്സാമ്പിൾ, കാഡ്മിയം ക്ലോറൈഡും സിൽവർ ബ്രോമൈഡും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ
ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സിന് സാധ്യത കാണുന്നു. നെക്സ്റ്റ് ഈസ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്. ഈ ഡിഫക്റ്റ് മൂലം സ്റ്റോഷിയോമെട്രി, അതായത് കാറ്റയോൺ ആനയോൺ റേഷ്യോ, അതിൽ തകരാറ് അനുഭവപ്പെടുന്നു, അതിനെ ബാധിക്കുന്നു. സ്റ്റോഷിയോമെട്രി, ഈ ഡിഫക്റ്റുള്ള ക്രിസ്റ്റൽസ് സ്റ്റോഷിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. മോളിക്കുലാർ ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്ന അത്രയും കാറ്റയോൺസ് അതിൽ ഇല്ലാതായി കാണുന്നു. രണ്ട് തരത്തിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, രണ്ടാമത്തത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റലിൻ്റെ എണ്ണം കൂടുതലായാൽ, അതായത് പോസിറ്റീവ് അയോണിൻ്റെ, മെറ്റൽ മീൻസ് പോസിറ്റീവ് അയോണിൻ്റെ എണ്ണം കൂടുതലായാൽ കാറ്റയോൺ ആനയോൺ റേഷ്യോയിലെ വ്യത്യാസം അനുഭവപ്പെടാം. അതുപോലെ തന്നെ മെറ്റലിൻ്റെ അളവ് കുറഞ്ഞാലും, എണ്ണം കുറഞ്ഞാലും നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് അനുഭവപ്പെടാം. രണ്ട് തരത്തിലുണ്ട്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് രണ്ട് തരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന് ബൈ ആനയോൺ വേക്കൻസി, രണ്ട് ബൈ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. ആനയോൺ വേക്കൻസി, അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഈസ് ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം വേപ്പർ. സോഡിയത്തിൻ്റെ സാന്നിധ്യത്തിൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഹീറ്റ് ചെയ്യുമ്പോൾ സോഡിയം മെറ്റൽസ് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൻ്റെ മുകളിൽ അഡ്ഹെയർ, അതായത് പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള Cl- പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള സോഡിയം അയോണുമായിട്ട് കോമ്പിനേഷനിൽ വന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നു. അവിടെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺ ക്ലോറൈഡ് അയോണിൻ്റെ വേക്കൻസിയിലേക്ക് തിരിച്ച് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ക്രിസ്റ്റലിൻ്റെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസിൽ ക്ലോറൈഡ് അയോൺ കുറയുന്നു, അതായത് ബൈ ആനയോൺ വേക്കൻസി. സോഡിയത്തിൻ്റെ Na+ സോഡിയം അയോണിൻ്റെ സാന്നിധ്യം, അളവ്, എണ്ണം കൂടുന്നു. Cl- എണ്ണം കുറയുന്നു. രണ്ടാമത് പറയുന്നത് ബൈ ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. എക്സാമ്പിൾ, ഇഫ് സിങ്ക് ഓക്സൈഡ് ഈസ് ഹീറ്റഡ്. If zinc oxide is heated, oxygen gas is escaping from the crystal and the zinc oxide is dissociated as Zn2+ and O2- and oxygen gas is liberated and the Zn2+ is trapped in the interstitial position and the electrons are occupying the positions of oxygens. Thus, there is extra Zn2+ ion and that is oxygen is here less. That is, it is a metal excess defect. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് തരത്തിലാണുള്ളത്, ബൈ ആനയോൺ വേക്കൻസി ആൻഡ് ബൈ ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. രണ്ടാമത്തെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആയത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റലിൻ്റെ അളവ്, അതായത് പോസിറ്റീവ് അയോണിൻ്റെ അളവ് കുറയുക. സാധാരണ രീതിയിൽ ബൈ കാറ്റയോൺ വേക്കൻസി, പോസിറ്റീവ് അയോൺ കുറയുക. എക്സാമ്പിൾ, FeO അയൺ ഓക്സൈഡ്, FeS അയൺ സൾഫൈഡ്, നിക്കൽ ഓക്സൈഡ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ബൈ ആനയോൺ വേക്കൻസിയിൽ ക്ലോറൈഡ് അയോൺ ലീവ്സ് ദ ലാറ്റിസ് സൈറ്റ് ആൻഡ് ഇറ്റ്സ് പൊസിഷൻസ് ആർ ഒക്യുപ്പൈഡ് ബൈ ദ ഇലക്ട്രോൺസ് മൈഗ്രേറ്റഡ് ഫ്രം ദ surface of crystal, and that electron occupying centers are called F centers. The electron occupying centers are called F centers. And the metal excess defect by the presence of extra cation. Here we have already discussed, when zinc oxide is heated, it dissociates and oxygen escapes. Zn2+ becomes excess and O2- become less. Electron occupies the vacant site. Electron occupies the vacant site. That is, these electrons are responsible for
yellow colors. Next is metal deficiency defect. Bication vacancy. Cation means positive ions. Metal ions are missing. മെറ്റൽ അയോണുകൾ അവിടെ നിന്ന് നീങ്ങുമ്പോൾ ചാർജ് ന്യൂട്രലൈസേഷന് വേണ്ടി തൊട്ടടുത്തുള്ള മെറ്റൽ അയോൺ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് നീങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരം ഡിഫക്റ്റ് കാണിക്കുന്നത് ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ടുകളാണ്. ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ടുകൾക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹിയർ വി എക്സാമ്പിൾ FeO. If one Fe2 plus is missing from the crystal site, the adjacent 2 Fe2 plus become converted to Fe3 plus. Therefore, the non-stoichiometric defects are two types: metal excess defect and metal deficiency defect. Metal excess defect is due to two reasons: by anion vacancy and by the presence of extra cation. Metal deficiency defect is due to by cation vacancy. Then F center, we have already discussed F center. The vacant point by the anion vacancy is occupied by electron. Electron occupy ചെയ്യുന്ന ആനിയോൺ വേക്കൻസി ഉള്ള സ്ഥലങ്ങളെ, ആനിയോൺ വേക്കൻസിയിൽ ഇലക്ട്രോൺസ് ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇത്തരം പോയിന്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എഫ് സെൻറ്റർ. ദർ ഓൾസോ കോൾഡ് ഫാർബൻ സെൻറ്റർ ഓർ കളർ സെൻറ്റർ. എന്ന് പറയുന്ന പേര് ഇത് കളർ സെൻറ്ററുമായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയത്തിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുകയാണെങ്കിൽ ഇറ്റ് അപ്പിയേഴ്സ് യെല്ലോ ഇൻ കളർ. ദിറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എഫ് സെൻറ്റർ. ആ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് അത് യെല്ലോ കളറായിട്ട് കാണുന്നു. KCl, we know that KCl is white crystalline solid, but if it is heated in presence of potassium vapor, it appears violet in color. Like if lithium chloride crystal, we also know that it is white in color. If we heat LiCl crystal in Li vapor, it appears pink in color. These colors are due to the presence of F center, color center, that is called a F center. It has the capacity for absorbing light and appears in color. Here we have discussed the different types of crystal defects or imperfections, different classes, and the F center, color center, etc.